ഹായ്, എൻ്റെ പേര് സാന്ദ്ര കേസ്. ഞാൻ യൂണിവേഴ്സിറ്റി ഓഫ് വാർസോ പോളണ്ടിൽ ഡോക്ടറൽ സ്റ്റുഡൻ്റാണ്. ഞാൻ ഡിപ്പാർട്ട്മെൻറ്റ് ഓഫ് ഫിസിക്സിലാണ്. എൻ്റെ റിസർച്ച് ഏരിയ വന്നിട്ട് ആൽക്കലൈൻ എയർ ബാറ്ററീസ് ആണ് സ്പെസിഫിക്കലി. എൻ്റെ സ്കൂളിംഗ് എല്ലാം പൊന്നാനിയിലായിരുന്നു. ഞാൻ 10ാം ക്ലാസ് വരെ വിജയമാത ഹയർ സെക്കൻഡറി സ്കൂൾ പൊന്നാനിയിലാണ് പഠിച്ചത്. അത് കഴിഞ്ഞ് +1 +2 ഞാൻ തൃക്കാവ് ഗവൺമെൻറ് ഹയർ സെക്കൻഡറി സ്കൂളിലായിരുന്നു പഠിച്ചത്. അത് കഴിഞ്ഞിട്ട് ഡിഗ്രി കേരളവർമ്മ കോളേജിലായിരുന്നു. ഡിഗ്രി കംപ്ലീറ്റ് ചെയ്തതിന് ശേഷം MSc ഫിസിക്സിൽ തന്നെ ഞാൻ ക്രൈസ്റ്റ് കോളേജ് ഇരിഞ്ഞാലക്കുടയിലാണ് പഠിച്ചത്. അങ്ങനെ ക്രൈസ്റ്റ് കോളേജ് ഇരിഞ്ഞാലക്കുടയിൽ പഠിക്കുമ്പോഴാണ് ഇങ്ങനെ പ്രൊജക്ട്സ്, ഇൻറ്റേൺഷിപ്സ് എല്ലാം നമുക്ക് പുറത്ത് അബ്രോഡ് ചെയ്യാൻ പറ്റും, സ്കോളർഷിപ്സ് എല്ലാം അവൈലബിൾ ആണ് എന്നുള്ള ഡീറ്റെയിൽസ് അറിഞ്ഞത്. അപ്പോൾ അവിടെ തന്നെയുള്ള ഒരു അലൂമിനി വഴിയാണ് യൂണിവേഴ്സിറ്റി ഓഫ് വാർസോയിൽ ഒരു പ്രൊജക്റ്റിനുള്ള വേക്കൻസി ഉണ്ട്, ഒരു ചാൻസ് ഉണ്ട്. ഒരു പ്രൊജക്റ്റ് അല്ല, ഒരുപാട് പ്രൊജക്ട്സിനുള്ള അവൈലബിലിറ്റീസ് ഉണ്ട് എന്നുള്ളത് അറിഞ്ഞത്. അങ്ങനെയാണ് അപ്ലൈ ചെയ്തു. അങ്ങനെ സൂപ്പർവൈസറിനായിട്ട് കോൺടാക്ട് ചെയ്തു. അവരുടെ കമ്മ്യൂണിക്കേഷൻ എല്ലാം കഴിഞ്ഞതിന് ശേഷം ഞാൻ സെലക്റ്റഡായി. ഒരുവിധം എല്ലാം ഫണ്ടഡ് ആയിരുന്നു. നമുക്ക് എയർപ്ലെയിൻ ടിക്കറ്റ്സ് ഫണ്ടഡ് ആയിരുന്നു. അതുകൂടാതെ അക്കോമഡേഷൻ അവർ തന്നെ നമുക്ക് അറേഞ്ച് ചെയ്ത് തന്നു. അത് കഴിഞ്ഞിട്ട് ലിവിങ് എക്സ്പെൻസ്, ഫുഡ്, അങ്ങനത്തെ ചിലവിനുള്ള ക്യാഷും നമുക്ക് തന്നിട്ടുണ്ടായിരുന്നു. അതുകൊണ്ട് അത് വളരെ സ്മൂത്തായിട്ടായിരുന്നു പോയത്. അതിനുശേഷം പ്രൊജക്റ്റ് കംപ്ലീറ്റ് ചെയ്തതിന് ശേഷം എൻ്റെ അതേ സൂപ്പർവൈസറിൻ്റെ അണ്ടറിൽ ഒരു PhD പൊസിഷൻ ഉണ്ടായിരുന്നു. അപ്പോൾ സാറ് അതിലേക്ക് എന്നെ റിക്രൂട്ട് ചെയ്തു, പ്രൊജക്റ്റ് ത്രൂ റിക്രൂട്ട് ചെയ്തു. അപ്പോൾ സാറിൻ്റെ പ്രൊജക്റ്റിൽ നിന്ന് നമുക്ക് ഫണ്ട് കിട്ടും. അപ്പോൾ അത് കൂടാതെ നമുക്ക് കുറച്ചുകൂടി ഫണ്ട് റേസ് ചെയ്യാൻ, കുറച്ചുകൂടി ഫണ്ട് കൂടുതൽ കിട്ടണമെന്നുണ്ടെങ്കിൽ നമുക്ക് യൂണിവേഴ്സിറ്റി എൻട്രൻസ് ക്ലിയർ ചെയ്ത് കഴിഞ്ഞാൽ കുറച്ചും കൂടി ബെറ്റർ ആണ് എന്നുള്ളത് കൊണ്ട് സാർ എന്നെ സജസ്റ്റ് ചെയ്തിട്ടാണ് ഞാൻ യൂണിവേഴ്സിറ്റി എൻട്രൻസ് എക്സാം ക്ലിയർ ചെയ്യാൻ നോക്കിയത്. അങ്ങനെ എക്സാം ആൻഡ് ഇൻ്റർവ്യൂവിന് ശേഷം ഞാനത് ക്ലിയർ ചെയ്തു. സോ നമുക്ക് ഇപ്പോൾ മന്ത്ലി ആണ് സാലറി കിട്ടുന്നത്. മന്ത്ലി ഇപ്പോൾ പ്രൊജക്റ്റ് ത്രൂ 5,000 സ്ലോട്ടി, അറൗണ്ട് 1 lakh INR വരും. അതുപോലെ 2,400 സ്ലോട്ടി യൂണിവേഴ്സിറ്റി ത്രൂ കിട്ടുന്നുണ്ട്, അത് 50,000. സോ 1,50,000 ആണ് മന്ത്ലി സാലറി ആയിട്ട് കിട്ടുന്നത്. 2 years കഴിയുമ്പോൾ ഇൻക്രിമെൻ്റ് ഉണ്ടാവും. നമുക്ക് 4 years ആണ് ടോട്ടൽ PhD. 2 years കഴിയുമ്പോൾ കുറച്ചുകൂടി ഇൻക്രിമെൻ്റ് കൂടി കിട്ടും യൂണിവേഴ്സിറ്റി ത്രൂ. അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് ഡീറ്റെയിൽസ് ആയിട്ട് ഉള്ളത്. ഈ എമൗണ്ട് നമുക്കിവിടെ വളരെ നല്ല രീതിയിൽ പോകാൻ പറ്റും, കാരണം പോളണ്ട് ആയതുകൊണ്ടും കുറച്ചും കൂടി ലിവിങ് എക്സ്പെൻസ് കുറവാണ്. സോ എല്ലാം സ്മൂത്തായിട്ട് പോകുന്നുണ്ട്. ഇത്രയാണ്.